ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ക്രീമാണ് കേട്ടോ. അതായത് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമുക്ക് സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഹാംഫുൾ ആയിട്ടുള്ള റേസ് ഒക്കെ കൊണ്ടുണ്ടാകുന്ന ഡിഫക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഡാമേജസ്, അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സൺസ്ക്രീനിൻ്റെ നെയിം നോക്കുകയാണെങ്കിൽ ഞാനിവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹൈഡ്രാസൺ എന്ന് പറഞ്ഞ സൺസ്ക്രീനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് നല്ലൊരു ഹൈഡ്രേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണെന്ന്. അപ്പോൾ ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹൈഡ്രാസൺ എന്ന് പറഞ്ഞ ആ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ നോൺ കോമഡോജനിക് ആണ്, പിന്നെ നമുക്ക് നോൺ ഗ്രീസി ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴേ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഫോർമുല നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ഫോർമുല വിത്ത് നല്ല രീതിക്ക് ഒരു പ്രോപ്പർ വേയിൽ ഹൈഡ്രേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ കാർഡ്ബോർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഔട്ടർ പാക്കേജിങ്. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ടേം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഹൈഡ്രാസൺ സൺസ്ക്രീൻ ക്രീം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യു വി ആൻഡ് യു വി ബി പ്രൊട്ടക്ഷൻ, അതോടൊപ്പം തന്നെ ബോഡ് സ്പെക്ട്രം ബോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ വിത്ത് യു വി ആൻഡ് യു വി ബി റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എസ് പി എഫ് കണ്ടന്റ് എന്തുമാത്രമാണെന്ന് നോക്കുകയാണെങ്കിൽ SPF 30 ആണ് കേട്ടോ. അത് മാത്രമാണ് എനിക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു ഇഷ്ടക്കേട് തോന്നിയത്. നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ സൺസ്ക്രീൻസിനും SPFൻ്റെ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ SPF 50 അബോ ഒക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം 60 70 ഒക്കെയാണ് റീസെൻ്റ് ആയിട്ട് നമ്മൾ കുറേ അധികം ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻസ് ഒക്കെ കാണുന്നത്. അപ്പോൾ SPF 30 എന്നുള്ള കാര്യം മാത്രമാണ് ഈ ഒരു സൺസ്ക്രീനിൽ ഒരു കുറവായിട്ട് ഞാൻ കണ്ടത്. ബാക്കിയെല്ലാം യൂസ് ചെയ്തപ്പം എനിക്ക് ഹോണസ്റ്റ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ പാക്കേജിങ് വൈസ് ആണെങ്കിലും ഇതേപോലത്തെ ഒരു പമ്പ് ബേസ് ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് ആണെങ്കിലും നല്ല രീതിക്ക് പമ്പ് ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ വൈസ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ക്രീമി ടെക്സ്ചറാണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ് കേട്ടോ. ഫ്രാഗ്രൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ജെൻറ്റിൽ ഫ്രാഗ്രൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ? ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ യുണീക്ക് ഫോർമുല വിത്ത് ഡ്യുവൽ അഡ്വാൻറ്റേജസ് ആണ്. ഒന്നാമതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ട്, മോയ്സ്ചറൈസിങ് ചെയ്യും, അതോടൊപ്പം തന്നെ സൺ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ സ്പ്രെഡ് ഓവർ ചെയ്തപ്പോൾ തന്നെ ക്വിക്കായിട്ട് തന്നെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റ് കാസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഒട്ടും തന്നെ ഓയിലി ആക്കുന്നില്ല. പിന്നെ നമ്മുടെ സ്കിന്ന് മെഴുമെഴാന്ന് ഗ്രീസി ഫീലിംഗ് ഒന്നും ഇല്ല. ക്വിക്കായിട്ട് തന്നെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മൈൽഡ് ആയിട്ടുള്ള നല്ല ജെൻറ്റിൽ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. ഒരു ഫ്രഷ് ലുക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സൺസ്ക്രീനിൻ്റെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു നോൺ കോമഡോജനിക് ആണെന്ന്. അതായത് നോൺ കോമഡോജനിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആക്കില്ല. അതോടൊപ്പം തന്നെ പോഴ്സൊക്കെ ക്ലോഗ്ഡ് ആക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇതൊക്കെ തങ്ങി മെഴുമെഴാന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ആകെപ്പാടെ ആക്നീസും പിമ്പിൾസും ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ഉണ്ടാകും. സോ ഇത് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷനും തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ വന്നിട്ടുള്ളത് ഷീ ബട്ടർ ഒക്കെ ഉണ്ട്. പിന്നെ പെർഫ്യൂം ഇൻക്ലൂഡ് ആണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷേ നിങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ഒക്കർ ചെയ്യുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അതായത് പെർഫ്യൂം ഇൻക്ലൂഡ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ ആ ഒരു കാര്യം പറയുന്നത്. മറ്റൊന്നുമല്ല, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഈ ഫ്രാഗ്രൻസ് പെർഫ്യൂം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അവർക്ക് അവരുടെ സ്കിന്നുമായിട്ട് യോജിച്ച് പോകുകയല്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഷീ ബട്ടർ ഒക്കെ ഉണ്ട്, അതുകൊണ്ടിട്ടാണ് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പെർഫ്യൂം ഇൻക്ലൂഡ് ആണ്. പിന്നെ കുറേയധികം ടൈറ്റാനിയം ഡയോക്സൈഡ് അങ്ങനെ കുറേയധികം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഔട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്സിബെൻസോൺ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 325 രൂപയാണ്. ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 3 ഇയർ ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ നമുക്ക്
കുഴപ്പമില്ലാത്ത ഓക്കെ ഫൈൻ എന്ന നിലയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൺസ്ക്രീൻ ആയിട്ടാണ് എനിക്ക് ഹോണസ്റ്റ്ലി തോന്നിയിട്ടുള്ളത്. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡൾ ആവുമോ അല്ലെങ്കിൽ ഡാർക്ക് കളറൊന്നും ആവുന്നില്ല കേട്ടോ. ക്വിക്കായിട്ട് തന്നെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നല്ല രീതിക്കൊരു ഹൈഡ്രേഷന് കിട്ടുന്നുണ്ട്. സ്റ്റിക്കിയോ ഗ്രീസിയോ അങ്ങനത്തെ തരത്തിലുള്ള ഡിസ്കംഫോർട്ടായിട്ടുള്ള ഫീലിങ്സ് ഒന്നും ഇല്ലതാണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ എൻ്റെ സ്കിന്നിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എങ്കിലും ഞാൻ പാച്ച് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സൺസ്ക്രീൻ്റെ ആപ്ലിക്കേഷൻ അറിയാമല്ലോ, നമ്മൾ എപ്പോഴും 2 ഫിംഗർ ഓർ 3 ഫിംഗർ റൂള് നിങ്ങൾ യൂസ് ചെയ്യുക. ഓവറായിട്ട് ഇടണ്ട. നമ്മുടെ ആ ഒരു ക്ലൈമറ്റ്, നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഇട്ടാൽ മതി. ഓവറായിട്ട് ഇടാനും പാടില്ല, എന്നാൽ നമ്മൾ തീരെ കുറച്ച് ഇടാനും പാടില്ല. അതോടൊപ്പം തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോകുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ് മുന്നേ എങ്കിലും നമ്മൾ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ ഓരോ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിന് ശേഷം നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു റീഅപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ നമ്മൾ മേക്കപ്സും പല സംഭവങ്ങളും പിന്നെ പ്രീവിയസ് ആയിട്ട് സൺസ്ക്രീൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് വൈസ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്ലെൻസ് ചെയ്യുക, ടോണർ, സിറം, ആഫ്റ്റർ ദാറ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നേരം ആ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നുമായിട്ട് നല്ലോണം ഉള്ളിലേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും പുറത്ത് പോകുന്നതിന് ജസ്റ്റ് ഒരു 20 മിനിറ്റ് മുന്നേ എങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളിപ്പം നോർമലി വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൺസ്ക്രീനാണ്. മറ്റൊന്നുമല്ല, ഇതിൽ SPF ഫാക്ടർ 30 ഉള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ പുറത്തൊന്നും പോകുന്നില്ല, വീടിനുള്ളിലാണെങ്കിൽ നമുക്ക് 30 ഒക്കെ മതി, കുഴപ്പമില്ല. പക്ഷേ പുറത്ത് പോകുകയാണെങ്കിൽ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 50 എങ്കിലും വേണം കേട്ടോ. അതിൽ കുറവായിട്ടുള്ള SPF കണ്ടൻ്റ് ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്താൽ നമുക്ക് പ്രോപ്പർ വേയിൽ പ്രൊട്ടക്ഷൻ കിട്ടില്ല. അപ്പോൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ വേണമെന്ന് ഉള്ള ആഗ്രഹത്തിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ് ഹൈഡ്രാസണിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ജെല്ലൊന്നുമല്ല, ക്രീമി ടെക്സ്ചറാണ്. എങ്കിലും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ക്രീം ടെക്സ്ചറാണ്. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും നല്ല കംഫർട്ടാണ് കേട്ടോ. പറയാൻ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു സൺസ്ക്രീൻ പാരബൻസ് ഇൻക്ലൂഡ് ആണോ എന്ന്. ഇത് പാരബൻ ഫ്രീ ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. സോ നമുക്ക് പേടിക്കാണ്ട് ധൈര്യമായിട്ട് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ആരും പേടിക്കേണ്ട, ഇതിൽ പാരബൻസ് ഇല്ല, നോൺ കോമഡോജനിക് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ SPFൻ്റെ ഫാക്ടർ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SPF ഫാക്ടർ വന്നിട്ടുള്ളത് 30 ആണ്. പിന്നെ PAയുടെ കാര്യങ്ങളൊന്നും ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. നോൺ ക്രീസി ലൈറ്റ് വെയ്റ്റ് ഫോമുല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ UV ആൻഡ് UVB പ്രൊട്ടക്ഷനും സൺ ഡാമേജസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. SPF 30 ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയാലേ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. സൺ ഡാമേജസിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ സൺ ബേൺ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴും അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് ടാനിങ് എന്നുള്ള സംഭവം. അപ്പോൾ ടാനിങ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അഫോർഡബിൾ ആണ്. പാക്കേജ് വൈസ് ആണെങ്കിൽ നമുക്ക് കംഫർട്ടാണ്. ട്രാവൽ ഫ്രണ്ട്ലി ആണോ നോക്കുകയാണെങ്കിൽ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാക്കേജാണ്. നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതേപോലെ പമ്പ് ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ. ഓവറായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ചാടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. നോസിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു നോസിലാണ്. പിന്നെ ഈ ഒരു ക്യാപ്പ് വരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ടൈറ്റൻ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റും. പ്രൊഡക്റ്റ് നല്ല സേഫായിട്ടും സെക്യൂറായിട്ട് ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ നല്ല രസമുണ്ട്. നമുക്കൊരു ബ്ലൂ കളറും ഒരു വൈറ്റ് കളറൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ML വൈസ് നോക്കുകയാണെങ്കിൽ ഗ്രാം വൈസ് നോക്കുകയാണെങ്കിൽ 30 ഗ്രാം ഓഫ് പ്രൊഡക്റ്റിനാണ് 325 രൂപ. കുഴപ്പമില്ലാത്ത പ്രൈസാണ്, അഫോർഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം 3 ഇയർ ഷെൽഫ് ലൈഫും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സൺസ്ക്രീനായിട്ടാണ് എനിക്ക് ഹോണസ്റ്റ്ലി ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് ഓവറോൾ അപ്ലൈ ചെയ്തപ്പോഴും അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് നാൾ അപ്ലൈ ചെയ്ത് നോക്കി കേട്ടോ. എന്നിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു റിവ്യൂ എടുക്കുന്നത്. അപ്പം നമുക്കറിയാമല്ലോ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സൺസ്ക്രീനിൻ്റെ ടെക്സ്ചർ വൈസ് ആണെങ്കിലും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നുമായിട്ട് നല്ല രീതിക്ക് മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ശരിക്കും മാച്ച് ചെയ്ത് പോകുന്ന നല്ലൊരു സൺസ്ക്രീനായിട്ടാണ് എനിക്ക് ഹോണസ്റ്റ്ലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൈഡ്ര സൺസ്ക്രീൻ ക്രീമിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റാ.